തിരക്കൊന്നുമില്ല. സാറ്റർഡേ ആണ്, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം സ്മൂത്ത് ഡ്രൈവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഫ്യൂവൽ മൈലേജും കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര നേരം ഓടിയതിന് എനിക്ക് 14.4 km/ലിറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്മൂത്ത് ആയിരുന്നു. ബ്ലോക്കൊന്നും ഇല്ലാതെ പറഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും. പക്ഷേ ഇച്ചിരി സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു 130 റേഞ്ചിലായിരുന്നു ഫുൾ ടൈം. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഇച്ചിരി മൈലേജ് കിട്ടിയാണ്. ഓക്കെ, എന്താണേലും ആ സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ഒരു റോമൻ മൈനിലേക്കാണ്. ഓൾമോസ്റ്റ് 2000 വർഷം പഴക്കമുള്ള ഒരു മൈനാണ്. റോമൻസ് മൈൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിവിടെ മൈൻ ചെയ്തുകൊണ്ടിരുന്നത് വോൾക്കാനിക് ആഷിൽ നിന്നുണ്ടാവുന്ന ഒരു സ്റ്റോണാണ്. ഒരു പ്രത്യേകം സ്റ്റോണാണ്. അതാണ് ഇവിടെ മൈൻ ചെയ്തുകൊണ്ടിരുന്നത്. മൊത്തം വോൾക്കാനൊക്കെ എറപ്റ്റ് ചെയ്തപ്പോൾ വന്ന് വീണ ആഷ് സോളിഡിഫൈ ചെയ്തുണ്ടായ സ്റ്റോണാണിത്. അത് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണിത്. അപ്പോൾ റോമൻസ് പൊതുവെ അവരുടെ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണിത്. അതിൻ്റെ മൈനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആക്ച്വൽ മൈൻ തന്നെയാണിത്. ഇവർ അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. വെള്ളവും ചാടാതിരിക്കാൻ വേണ്ടി റൂഫൊക്കെ വെച്ച് പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന മൊത്തത്തിൻ്റെ അടിയിലാണ് ഇതിൻ്റെ മൈൻ. ഇത് ഒത്തിരി പഴക്കമുള്ളതാണ്. 2000 വർഷത്തോളം പഴക്കമുള്ളതാണ്. അതിനുശേഷം 1990s അങ്ങനെ എന്തോ ആണ് ഇത് പിന്നീട് റീഡിസ്കവർ ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു സാധനം ഇതിൻ്റെ അടിയിലുണ്ടെന്ന്. അപ്പോൾ അന്ന് തൊട്ട് ഇതിൻ്റെ പ്രിസർവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ കാണുന്നത് മുഴുവൻ വോൾക്കാനിക് ആഷ് സോളിഡിഫൈ ചെയ്തുണ്ടായതാണ്. ഇവിടെ ലാഹർസി എന്ന് പറയുന്നൊരു ലേക്കിൻ്റെ അവിടെ നിന്ന് വലിയൊരു എക്സ്പ്ലോഷൻ പോലെ വോൾക്കാനോ ഉണ്ടായി. അന്ന് പൊട്ടിത്തെറിച്ച് വന്ന് വീണ ആഷൊക്കെ സോളിഡിഫൈ ചെയ്തുണ്ടായിരിക്കുന്ന സാധനമാണ്. ഇത് സ്മൂത്താണ്, അതുപോലെ തന്നെ പോറസ് ആയിട്ടുള്ളൊരു സ്റ്റോണാണ്. ഇതിനെ ടഫ് എന്നാണ് വിളിക്കുന്നത്, TUFF. ഇത് ഒരുപാട് സ്ഥലത്ത് ഡിമാൻഡൊക്കെ ഉള്ളതാണ്. അതിന് ഏറ്റവും ഡിമാൻഡുള്ള സ്ഥലങ്ങളിൽ ഒരെണ്ണമായിരുന്നു ജർമ്മനിയിൽ ഈ സ്ഥലം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അവർ പീസായിട്ട് അത് പൊട്ടിച്ച് പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോൺ ക്ലോസപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരുപാട് ചെറിയ ചെറിയ ഹോൾസ് ഉള്ള കൂട്ട് സ്റ്റോണാണിത്. ഇത് വോൾക്കാനിക് ആഷ് ആയിരുന്നു. പണ്ട് 20,000 വർഷം മുമ്പൊക്കെ പൊട്ടിയ വോൾക്കാനോയുടെ ആഷസ് ആണ് ഇതിങ്ങനെ സോളിഡിഫൈ ചെയ്ത്. പല മെറ്റീരിയൽസ് അതിൻ്റെ അകത്തുണ്ട്. അതെല്ലാം കൂടി കൂടി പ്രഷറൊക്കെ വന്ന് കൂടി സ്റ്റോൺ പോലെ ആയിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പടത്തിൽ കാണുന്നത് ഓൾമോസ്റ്റ് 13,000 വർഷം മുമ്പ് ഒരു വോൾക്കാനോ പൊട്ടിത്തെറിച്ചതിൻ്റെ പടമാണ്. അങ്ങനെ ലാവ ഒഴുകി വന്നപ്പോൾ ട്രാപ്പായപ്പോൾ ഒരു മരമാണ് ഈ അകത്ത് കാണുന്നത്. 12,900 years ഓൾഡാണ്. കാർബണൈസ്ഡ് ഫോമിൽ അതിൻ്റെ അകത്ത് സ്റ്റക്കായിട്ട് കിട്ടി. അതിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളത് ഇപ്പോൾ ജസ്റ്റ് മോഡൽ ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ അകത്തുള്ളതാണ് ആക്ച്വൽ മരം. ആ മരം തന്നെ അകത്ത് സ്റ്റക്കായിട്ട് അതിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു ചെറിയ ഹോൾ പോലെ സാധനമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ആ സ്റ്റോണിൻ്റെ അകത്ത് അങ്ങനെ ഒരു പാത്തുണ്ട്, എയർ ഡക്റ്റ് ഉണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ ഇപ്പോൾ ഇനി കാണിക്കുന്നതാണ് പണ്ട് റോമൻസ് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ കല്ലുകൾ ഇങ്ങനെ മൈൻ ചെയ്തെടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. ഇപ്പോൾ അത്ര സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് റൂഫൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ആക്ച്വലി 2000 വർഷം മുമ്പ് റോമൻസ് ഇവിടെ മൈൻ ചെയ്തുകൊണ്ടിരുന്നതാണ് എന്ന് ഓർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ചില്ലിങ് ഫീലുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. നമ്മൾ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ്. ഇത് അകത്ത് ഒത്തിരി പാസേജസ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പല വർഷങ്ങൾ കൊണ്ട് ഇതെല്ലാം കുറേയൊക്കെ പൊളിഞ്ഞു പോയി. പക്ഷേ പറ്റുന്ന എത്ര അവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അകത്തൊക്കെ കയറിയിറങ്ങി നടക്കാം. എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്താണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെഡ്ഡിങ്സൊക്കെ ഇവിടെ പ്ലാൻ ചെയ്യാനും പറ്റും. ഇവിടെ വന്ന് വെഡ്ഡിങ് നടത്തുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണിത്. നമ്മൾ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ലാവ ഡോം എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ആ ബിൽഡിങ്ങാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ വോൾക്കാനോസ് സിമുലേറ്റ് ഒക്കെ ചെയ്ത് എങ്ങനെയാണ് എക്സ്പ്ലോഷൻ എന്നൊക്കെ കാണിക്കുന്നത്. നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളതൊക്കെ ഉണ്ട്. അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരു ലാവ ചേംബർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയ ഉണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് മണ്ണിനടിയിലുള്ളൊരു സ്ഥലമാണ്. പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഹെൽമെറ്റ് വെക്കണം. കുറച്ച് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ട്. നമ്മൾ ഇതുപോലെ ഇറങ്ങി പോകണം. ഓൾമോസ്റ്റ് 35 to 40 meters അണ്ടർഗ്രൗണ്ടാണ് ഈ ലാവ ചേംബർ എന്ന് പറയുന്ന സാധനം. അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, പണ്ട് ലാവ വന്ന് ഉരുകിയ ലാവ വന്ന് പിന്നീട് സോളിഡിഫൈ ആയി മൊത്തത്തിലൊരു വലിയൊരു പാറക്കെട്ടായിട്ടിരുന്ന സാധനം അവർ തുരന്ന് എടുത്തിരിക്കുന്ന ഒരു ചേമ്പറാണ്. അത് ആക്ച്വലി നമുക്ക് ചുറ്റും കാണുന്നത് പണ്ട് ലാവയായിരുന്നതാണ്. ഇവിടെയൊക്കെ നിറഞ്ഞിരുന്നതാണ്. ഇവരത് പൊടിച്ചെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ ഹെക്സഗണലി പെൻറ്റഗൺ ഷേപ്പുള്ള സിലിണ്ടേഴ്സ് ഉണ്ടാക്കി മുറിച്ചെടുത്ത് 1 ടണ്ണുള്ള പീസായിട്ട് മുകളിലേക്ക് കൊണ്ടുപോകും. ഈ തൂണുകൾ ഇങ്ങനെ ഇടയ്ക്ക് ബാക്കി നിർത്തും കൊളാപ്സ് ആവാതിരിക്കാൻ.
ബാക്കി മുഴുവൻ മുറിച്ചെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകണം. അതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ മില്ലിങ് സ്റ്റോൺ ആയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ധാന്യങ്ങളൊക്കെ പൊടിക്കാനുള്ള സ്റ്റോണായിട്ട് വേൾഡ് വൈഡ് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് മുറിച്ചെടുത്ത് പല സ്ഥലങ്ങളിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ എടുത്തുണ്ടായ ചേമ്പറുകളാണ് ഈ കാണുന്നത്. ഇവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് അത്ര ക്വാളിറ്റി ഇല്ല വീഡിയോയ്ക്ക്. അപ്പോൾ അവരിങ്ങനെ വലിയ പീസായിട്ട് മുറിച്ചെടുത്ത് പിന്നീട് അതിങ്ങനെ വട്ടത്തിലോ അങ്ങനെ ഏത് ഷേപ്പിലാണ് അതുപോലെ ആക്കി മില്ലിങ് സ്റ്റോണായിട്ട് മാറ്റി പുറത്ത് പല രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെയിറ്റും കുറവാണ്. പിന്നെ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഹോൾസ് ഉള്ളതുകൊണ്ട് പൊടിക്കാൻ വളരെ യൂസ്ഫുള്ളാണ് ഇതുപോലത്തെ സ്റ്റോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ മാത്രമല്ല അതൊരു സെൽഫ് ഷാർപ്പനിങ് ബിഹേവിയർ ഉള്ള ടൈപ്പ് സ്റ്റോണാണ്. അതുകൊണ്ട് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് എപ്പോഴും 6 to 8 degrees ആണ് ടെമ്പറേച്ചർ, പുറത്ത് എത്രയാണെങ്കിൽ കൂടി. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്, മുകളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ 3 ആഴ്ച കഴിയുമ്പോൾ താഴെ ഈ ചേമ്പറിൽ മഴ പെയ്യും, സെയിം മഴ. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ കൂടെ ഉണ്ട് ഇവിടെ. വളരെ വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ. ഇത് പണ്ട് ലാവയായിരുന്നു, പണ്ട് വളരെ അടിയിൽ നിന്ന് തള്ളിപ്പോകുന്ന ഒരു ലാവയായിരുന്നു. പിന്നീട് ഇവിടെ ഒരുപാട് ആൾക്കാർ പണിയെടുത്തിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ. ആ ലാവ ചേമ്പറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പിന്നെയും പറയാനുള്ളൊരു കാര്യമാണ്, അവിടെ എപ്പോഴും 5 to 8 ഡിഗ്രി സെൽഷ്യസ് എന്താണ് അതിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ അതിന് ചുറ്റും മൊത്തം 28 ബ്രൂവറീസ് ഉണ്ടായിരുന്നു ബിയർ ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അന്ന് ഫ്രിഡ്ജ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് അവർ ഫ്രിഡ്ജായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബിയർ ബ്രൂ ചെയ്യാനുള്ള പെർഫെക്റ്റ് കണ്ടീഷൻസ് ആയിരുന്നു അതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഈ സ്ഥലത്ത് ചുറ്റും 28 ബ്രൂവറീസ് ഉണ്ടായിരുന്നു. പിന്നീട് ഫ്രിഡ്ജ് കണ്ടുപിടിച്ചോടുകൂടി ഈ ബ്രൂവറീസ് എല്ലാം ഇവിടെ നിന്ന് പോയി. ഇപ്പോൾ ഒരു ബ്രൂവറി മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. അവർക്ക് ഇപ്പോഴും ഈ ചേമ്പറിലേക്ക് ആക്സസ് ഉണ്ട്. അതിൻ്റെ അകത്ത് അവർ ബിയർ ബ്രൂ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല അവർക്ക്, പക്ഷേ ഇപ്പോഴും ആക്സസ് ഉണ്ട് എന്ന് ഗൈഡ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് കൂടെ ഉണ്ട്. മൊത്തത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണിത്. ഈ കാണുന്ന ഏരിയ മുഴുവൻ എന്തെങ്കിലും വോൾക്കാനുമായിട്ട് ബന്ധമുള്ളതാണ്. ഒരുപാട് 2 ലക്ഷം വർഷം മുമ്പ് ഒരുപാട് വോൾക്കാനോസ് പൊട്ടി. ലേറ്റസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് 20,000 വർഷത്തിൽ താഴെയുള്ള സമയത്താണ് പൊട്ടിയത്. അങ്ങനെ പൊട്ടി ഉണ്ടായ ഒരു ലേക്കാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അടിയിൽ നിന്ന് വളരെ ഫോഴ്സിൽ പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു ഗർത്തത്തിൽ ഗ്രൗണ്ട് വാട്ടർ വന്ന് നിറഞ്ഞ് ഒരു ലേക്കായി മാറി. അപ്പോൾ അതുപോലത്തെ ഒരുപാട് ഗർത്തങ്ങൾ ഇവിടെ ഉണ്ട്. വെള്ളം നിറഞ്ഞ ഗർത്തങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അതിൻ്റെ അകത്ത് വെള്ളം വന്ന് നിറഞ്ഞ ഒരു ലേക്കായിട്ടുള്ള ലാഹർ സീ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. എവിടെ ചെന്നാലും ഒരുപാട് നടക്കണം എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത. നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഇതിപ്പോൾ ഒരു പാർക്കിംഗ് ആണ്. നമ്മൾ അടുത്ത പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലാഹർസയിലേക്കുള്ളത്. കുറേ ദൂരം നടക്കാനുണ്ട്. ഏകദേശം 2-2.5 കിലോമീറ്റർ നടന്ന് വേണം അങ്ങോട്ടേക്ക് എത്താനായിട്ട്. ഈ പറയുന്ന സ്ഥലത്തിനൊക്കെ എന്തെങ്കിലും വോൾക്കാനായിട്ട് ബന്ധം ഉണ്ടാകുന്നുള്ളത്. ഇവിടുത്തെ എല്ലാ ലാൻഡ്സ്കേപ്പും ലാവ അല്ലെങ്കിൽ വോൾക്കാനിക് ആഷ് അല്ലെങ്കിൽ വോൾക്കാനോ ഇറപ്ഷൻ കൊണ്ടുണ്ടായ ലാൻഡ് ഫോംസ് അങ്ങനെയൊക്കെയാണ്. ഇതാണ് ലാഹർസെ. ഇതുപോലെ ഒരു ജയൻ്റ് എക്സ്പ്ലോഷൻ, ഈ കാണുന്ന ഹോള് മുഴുവൻ ഒരു വോൾക്കാനോ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. ഒരു ജയൻ്റ് എക്സ്പ്ലോഷനോടുകൂടി ഇവിടെ ഉണ്ടായിരുന്ന ഫുൾ മണ്ണും കല്ലും എല്ലാം തെറിച്ച് പോയി അവിടെ ഒരു വലിയ ഹോളുണ്ടായി. ആ ഹോളിലേക്ക് ഓട്ടോമാറ്റിക്കലി ഗ്രൗണ്ട് വാട്ടർ, ഉണ്ടായിരുന്ന മണ്ണിൻ്റെ അടിയിലുള്ള വെള്ളം വന്ന് നിറഞ്ഞുണ്ടായ ഒരു ലേക്കാണിത്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും ഇതിൻ്റെ അടിയിലൊരു മാഗ്മ ചേമ്പർ ഉണ്ടെന്നാണ് പറയുന്നത് കുറേ താഴെ. അതുകൊണ്ട് അതിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡൊക്കെ മുകളിലേക്ക് വന്ന് ഈ ലേക്കിൻ്റെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇങ്ങനെ ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സ്ലീപ്പിംഗ് വോൾക്കാനോ ആണിതെന്നാണ് പറയുന്നത്. പൊതുവെ പക്ഷേ ഈ വോൾക്കാനോ ക്യാഷിൻ്റെ എന്തെങ്കിലും പ്രത്യേകതയാണോ അതോ എന്താണെന്നറിയില്ല. ഏതായാലും എല്ലാ സ്ഥലങ്ങളും വളരെ പ്രിറ്റി ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇൻ ജനറൽ ഈ ഐഫൽ റീജിയൻ. ഇനി ഞങ്ങൾ പോകാൻ പോകുന്ന ഹ്യോഹനാക്ട് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഞങ്ങളൊരു അടിപൊളി പോർഷെ കരേറ ഫോറസ്റ്റിൻ്റെ അടുത്താണ് ഇപ്പോൾ കൊണ്ട് നിർത്തിയിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ ആസ് യൂഷ്വൽ നമ്മൾ കുറേ ദൂരം നടക്കാനുണ്ട്. നമ്മൾ മുകളിലേക്ക് ഇതുപോലത്തെ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അതുപോലത്തെ സ്ഥലത്തേക്കൂടെ നമ്മൾ മുകളിലേക്ക് നടന്നു. ഇത് ഓൾമോസ്റ്റ് 1.5 കിലോമീറ്റർ നമ്മൾ ഇത്തിരി കയറ്റം കയറി പോകണം. ഇത് ഈ റീജിയണിലെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ മുകളിലൊരു ടവറുണ്ട്. ആ ടവറിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ഫുൾ റീജിയൻ മെൻഡിഹ് അല്ലെങ്കിൽ മായൻ അല്ലെങ്കിൽ ലാഹർസയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ അതൊക്കെ മൊത്തം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ ടവർ വരെ ഞങ്ങൾ പോകാൻ വെച്ചത്.
മുകളിൽ നിന്നുള്ള വ്യൂ ഇതാണ്. ഈ പ്രദേശം മുഴുവൻ 360 ഡിഗ്രിയിൽ ഇങ്ങനെ കാണാം. മുഴുവൻ പച്ച നിറമാണ്, ഫുൾ ഗ്രീനായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നിറച്ച് തിക്കായിട്ടുള്ള കാട്, എല്ലാം ഒരേ ടൈപ്പ് മരങ്ങളാണെന്ന് തോന്നുന്നു. വലിയ ഡൈവേഴ്സിറ്റി ഒന്നുമില്ല, എന്നാലും ഫുൾ ഗ്രീനായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ്. എങ്ങോട്ട് നോക്കിയാലും മലകളും പച്ചപ്പും മാത്രമുള്ള വളരെ ഭംഗിയുള്ളൊരു വ്യൂ ആണ്. ഇവിടെ നോക്കുമ്പോൾ നല്ല കാറ്റുമുണ്ട് മുകളിൽ. അങ്ങനെ ഇന്നത്തെ കറക്കമെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിന്ന് താമസിക്കുന്ന ഹോട്ടലിലെത്തി. ഹോട്ടൽ ഷേഫർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. 1920 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി ബിസിനസ്സാണ്. ഈ ഹോട്ടൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും വളരെ നല്ല ഫുഡും വളരെ നല്ല സ്റ്റാഫും എല്ലാം ആയിരുന്നു ഇവിടെ. ഇവിടുത്തെ ഞങ്ങളുടെ റൂമും ഡീറ്റെയിൽസും ഒക്കെ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു പള്ളിയുടെ മുമ്പിലാണിത്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ പുറത്തൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ഥലമുണ്ട്, അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ചാൻസും ഉണ്ട്. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. വളരെ ക്യൂട്ടായിട്ടുള്ള റൂമായിരുന്നു. സ്റ്റാഫ് പ്രത്യേകിച്ചും പറയാതിരിക്കാൻ പറ്റില്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫും എല്ലാം ആയിരുന്നു. മാസ്ക് മുഖ്യം. അതുപോലെ പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ. പുറത്തൊരു പുൽമേട് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ കുറച്ച് ചെറിയൊരു ടൗണാണിത്. അവിടെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെയാണ്, ഇവിടെയാണ് ഞങ്ങളുടെ രാത്രി സ്പെൻഡ് ചെയ്തത്. ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യും. ഇവിടെ എടുത്തു പറയുന്നത് ഇവിടുത്തെ ഫുഡായിരുന്നു. വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള വളരെ ടേസ്റ്റുള്ള ഫുഡായിരുന്നു ഇവിടുത്തെ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫുഡ് അഫോർഡബിളും ആണ്, നല്ല ടേസ്റ്റും ആയിരുന്നു. അതുകൊണ്ട് ശരിക്കും എൻജോയ് ചെയ്തു ഇവിടുത്തെ ഫുഡ്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോയത് വലൻഡർ ബോൺ എന്ന് പറയുന്ന സ്ഥലത്ത് കോൾഡ് വാട്ടർ ഗെയ്സറാണ്. ഇതൊരു നാച്ചുറൽ ഫിനോമിനയാണ്. ഇവിടെ ആൾക്കാരെല്ലാം ക്യൂ നിൽക്കണം. നമുക്ക് €1.5 ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടം വരെ പോവാം. ഇവിടെ ചെന്ന് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിയിൽ, ഞാൻ പറഞ്ഞല്ലോ ഈ സ്ഥലത്തിൻ്റെ അടിയിലൊക്കെ മാഗ്മ ചേമ്പറൊക്കെ ഉണ്ട്. ആ മാഗ്മ ചേമ്പറിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് താഴെയുള്ള വെള്ളത്തിൽ മിക്സായി സാച്ചുറേറ്റായി ഒരു അളവ് കഴിയുമ്പോൾ നമ്മൾ സോഡ ബോട്ടിലൊക്കെ കുലുക്കിയിട്ട് പുറത്തേക്ക് വരുന്ന പോലെ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് വന്നു കഴിയുമ്പോൾ ഇത് മുകളിലേക്ക് വെള്ളം തെറിച്ച് വരുന്ന ഒരു ഫിനോമിനയാണ്. ഇവിടെ തന്നെ എഴുതി വെച്ചിട്ട് കോഷൻ ദ ഫൗണ്ടൻ എറപ്റ്റ് അൺഎക്സ്പെക്റ്റഡ്ലി ആൻഡ് വയലൻ്റ്ലി. അപ്പോൾ ഞങ്ങൾ വന്ന ഉടനെ തന്നെ അധികം വേഗാതെ സ്റ്റാർട്ടായി. ഇപ്പോൾ നമുക്ക് കാണാം പതുക്കെ ഒച്ച തുടങ്ങി എല്ലാവരും എഴുന്നേറ്റു വെള്ളം തെറിച്ച് മുകളിലേക്ക് വരികയാണ്. ഇത് ഒരു ഫിക്സ്ഡ് ഇൻ്റർവൽ എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ വേരിയേഷൻസ് വരും, എന്നാലും ഈ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ മുഴുവൻ തള്ളി പുറത്തേക്ക് വരും. പിന്നെ ഈ വെള്ളം മുഴുവൻ തള്ളി വന്ന ഹോളിലേക്ക് പോകും. താഴെ പോയി വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് സാച്ചുറേറ്റ് ആയി തുടങ്ങും. ഒരു പരിധി കഴിയുമ്പോൾ പിന്നെയും തള്ളി മുകളിലേക്ക് വരും. ഈ ഒരു ഫിനോമിന ഇവിടെ ഇങ്ങനെ ഡെയിലി ഒരു 10-15 മിനിറ്റ് ഇടവേളയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഈ വെള്ളത്തിനൊരു സ്മെല്ലുണ്ട്, ഒരു സൾഫറിൻ്റെയൊക്കെ പോലത്തെ ഒരു സ്മെല്ല് കൂടിയുണ്ട്. താഴെ ആക്ച്വലി ലാവ പോലത്തെ സാധനത്തിലുമായിട്ട് കോണ്ടാക്റ്റ് വന്ന വെള്ളം കൂടിയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ചില ആൾക്കാർ ഇവിടുന്ന് ശകലം വെള്ളം കപ്പിലെടുത്ത് കുടിക്കുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നി. എന്താണ് അതിൻ്റെ റീസണെന്നോ അതിനെന്തെങ്കിലും മെഡിസിനൽ വാല്യൂ ഉണ്ടോയെന്ന് അറിയില്ല. ഏതായാലും ഒരുപാട് മിനറൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള വെള്ളമാണെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാതെ മെഡിസിനൽ വാല്യൂ ഉള്ളതായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാലും വളരെ കൗതുകമുള്ളൊരു സംഭവമാണ്. ഒരു നാച്ചുറൽ ഫിനോമിനയാണ്. നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് തള്ളി പുറത്തേക്ക് വരുന്നു. കുറച്ച് കഴിയുമ്പോൾ സെറ്റിലാവുന്നു, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരുന്നു. അത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് വേറൊരു ആംഗിളിൽ നിന്നുള്ള സെയിം ഷോട്ട് തന്നെയാണ്. ഇപ്പോഴും ഇവിടെ ആൾക്കാർ കാണുന്നതാണ് പറയുന്നത്. കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ വന്ന് നിൽക്കും. ഇത് വളരെ രസകരമായിട്ടുള്ളതും ഇതുവരെ കാണാത്തതായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ വോൾക്കാനോ റൂട്ടിൻ്റെ ഹൈലൈറ്റ്സ്. ഞങ്ങൾ മൊത്തം 2 ദിവസം കൊണ്ട് കവർ ചെയ്ത് തീർത്ത ഒരു ട്രിപ്പാണിത്. ശരിക്കും റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു ട്രിപ്പ് കൂടിയാണ്. നിങ്ങൾക്ക് കുറച്ചൊക്കെ ജിയോളജി റിലേറ്റഡ് കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വെർത്തായിട്ടുള്ളൊരു ട്രിപ്പാണ് ജർമ്മനിയിലെ വോൾക്കാനോ റൂട്ട്. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്കിപ്പോൾ ടൈറ്റിൽ കാണാം. അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക.